അപ്പോഴത്തേ നമ്മൾ കയറി ഇങ്ങോട്ട് പോകുന്നു. കുഞ്ഞിനെ താഴെ തന്നെ പാർക്കിങ്ങിൽ നിർത്തിയിട്ടാണ് പോന്നിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. കാണുന്നതാണ്, ഇതിൻ്റെ അപ്പുറമാണ് പൈൻ ഫോറസ്റ്റ്. ഇതൊക്കെ കാറ്റാടി മരങ്ങളും ഒക്കെയാണ്, പഴയ കാറ്റാടി മരങ്ങളും പിന്നെ നമ്മുടെ യൂക്കാലിപ്റ്റസും ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. റിസർവ് ഫോറസ്റ്റാണ് കേട്ടോ. അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ ഈ ചെടിക്കകത്തൂടെ ചാടാതിരിക്കാൻ വേണ്ടി അപ്പുറത്തൂടെ പോവാം. ഇവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോഴാണ് പേ ഫോർ യൂസ്. അവിടെ ഇടിയാണ്. ആകപ്പാടെ 1-2 ടോയ്ലറ്റുകളെ കാണത്തുള്ളൂ. വരുന്നത് അതിൽ കൂടുതൽ ആളുകൾ. ഇത് കണ്ടോ, ഇന്നലെ രാത്രി കാട്ടുപോത്ത് കടന്നു പോയ വഴികളാണ് ഇതൊക്കെ. അപ്പോൾ ആ വഴിയിലൂടെ തന്നെ ഞാനും പോവുകയാണ്. മേളിലോട്ട് പോവാം. മേളിലോട്ട് പോയിട്ട് നമ്മൾ താഴോട്ട് പോകുമ്പം നമുക്കവിടെ ഒരുപാട് കടകളിൽ നല്ല ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അത് നമ്മൾ താഴോട്ട് ചെല്ലുമ്പോഴത്തേക്കും കാണിച്ചു തരാം. കാരണം അവിടുന്ന് രാവിലെ ഞാൻ ഫുഡ് കഴിച്ചത്. അടിപൊളി ടോയ്ലറ്റ് സൗകര്യം. 2 ടോയ്ലറ്റ് നല്ല മെനയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോഴത്തേനും നമ്മൾ ലേക്ക് വ്യൂ പോയിൻ്റ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഏരിയ ഉണ്ട്. നമ്മൾ കയറ്റം കയറി ലേക്ക് വ്യൂ കണ്ട് കയറി വന്ന് വളവ് തിരിയുമ്പോഴത്തേനും അവിടെ ലേക്ക് വ്യൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളൊരു ഷോപ്പുണ്ട്. ഒരു ചോക്ലേറ്റ്, ഫുഡ്, പൂരി എല്ലാം കിട്ടുന്ന. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ടോയ്ലറ്റ് സൗകര്യമുണ്ട്. നല്ല വൃത്തിയായിട്ടുള്ള, നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ടോയ്ലറ്റ് ഞാൻ ഈ വന്ന വഴിയിൽ കണ്ടത് ആദ്യമായിട്ട് അതാണ്. അപ്പം ശരി, KL65. അപ്പം നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ട് കയറി എത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ അത്ര ക്ലാരിറ്റി ഒന്നും കാണിയല്ല, കാരണം മറ്റൊന്നുമല്ല, മഴക്കാർ കയറി കിടക്കുകയാണ്. ഇതൊരു നമ്മുടെ വാഗമണ്ണിലെ പോലെ തിക്കായിട്ടുള്ളതല്ല. പകുതി മരങ്ങളൊക്കെ ഒടിഞ്ഞു പോയെന്ന് താഴേന്ന് തന്നെ അവരൊക്കെ പറഞ്ഞായിരുന്നു. കാരണം പഴയ മരങ്ങളാണ്, സായിപ്പിൻ്റെ കാലത്ത് വെച്ച മരങ്ങളാണ്. അപ്പോൾ പകുതിയും കാറ്റത്തൊക്കെ വീണുപോയി. അതുകൊണ്ട് ഗ്യാപ്പുണ്ട്. തിക്ക് ഫോറസ്റ്റ് അല്ല, പിന്നെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പം ഗുണ കേവിൻ്റെ നേരെ മുകളിലാണിത്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കയറി വരുമ്പം തന്നെ സിറ്റിംഗ് ഏരിയയിലത്തെ ഒരമ്മയും മോനും ഇരിപ്പുണ്ട് കേട്ടോ. ഒരു ചെറിയ പുള്ളി ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പം കുതിരപ്പുറത്തൊന്ന് കയറണം എന്നൊരാഗ്രഹം. ഒറ്റയ്ക്ക് ഓടിച്ചു പോവാം, അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ കൊടൈക്കനാലിൽ വന്നപ്പോൾ കുതിരപ്പുറത്തൊന്ന് കയറണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. അതൊന്ന് സാധിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെയാണ് റേറ്റ് എന്നൊന്നും അറിയില്ല. ചെളിയിലൂടെയാണ് യാത്ര. ആള് കൂടെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ആള് പോകുന്നുണ്ട്. ഇവരൊക്കെ മുമ്പേ ഇങ്ങനെ ഓടി വന്നതാണ്. അതുകൊണ്ട് ആ ഓടി വന്ന ചേട്ടനെ ഞാൻ കണ്ടതാണ്. ഈ ചേട്ടനല്ലേ മുമ്പേ ഓടി വന്നത്? ഈ ചേട്ടനല്ലേ മുമ്പേ ഓടി വന്നത്? ഓടിച്ചു വന്ന ചേട്ടൻ എന്ത് ചെയ്യും? ആ ചേട്ടൻ വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന ചേട്ടനാണ്. മുമ്പേ വഴിയിൽ കൂടി ഓടിച്ചു വരുന്നത് കണ്ട്. നല്ല കുതിര പാഞ്ഞു വരുന്നുണ്ട്. ഏയ്, അണ്ണൻ മുമ്പേ കൊണ്ടുവന്ന കുതിര ഇതായിരുന്നല്ലേ?
ഇവനാണ് ഏറ്റവും വലിയത്. പക്ഷേ അവൻ്റെ വാല് കുറവാണ്, വാലെല്ലാം മുറിച്ച് വിട്ടിരിക്കുക. ഇതാണ് കൊടൈക്കനാലിലെ പൈൻ ഫോറസ്റ്റ്. പണ്ട് മോനെയായിട്ട് ഞാൻ നമ്മുടെ വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റിൽ പോയത് ഇതുപോലെ ഒരു ഇതാണ്. പക്ഷേ വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റ് കുറച്ച് തിക്കാണ്. ഇത് ഇവിടുത്തെ മരങ്ങൾ, പഴയ മരങ്ങളെല്ലാം ഒടിഞ്ഞു പോയി, കുറച്ചെല്ലാം വെട്ടിമാറ്റി. കാരണം കാറ്റത്ത് ഒടിഞ്ഞു വീഴുന്നതുകൊണ്ട്. ഇവനാണ് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് ഉള്ളയാൾ. ഹൈറ്റ് ഇവനല്ലേ? ഇവന് തന്നെയാണ് കൂടുതൽ. ഇവരെല്ലാം ഞാൻ താഴെ നിന്ന് വരുമ്പോഴത്തേനും ഇങ്ങോട്ട് കുതിര ഓടിച്ചു കയറി വരുന്നുണ്ടായിരുന്നു. ഇവനൊക്കെ നല്ല ഓട്ടം ഓടി വന്നതാണ്. അപ്പോൾ പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകൾ ഇതാണ്. മങ്ങിക്കിടക്കുന്ന കാലാവസ്ഥയിൽ ഫോറസ്റ്റ് കാണാൻ അത്ര സുഖമൊന്നുമില്ല, എങ്കിലും നല്ല തണുപ്പാണ്. ചെറിയ കോടയുണ്ട്, അതുകൊണ്ട് നല്ല സുഖമുണ്ട്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോഴത്തെ പൈൻ ഫോറസ്റ്റിൻ്റെ അകത്തുകൂടെ ചെറുതായിട്ടൊന്ന് നടന്നിട്ട് താഴോട്ട് നടന്നു പോകണം. അപ്പോഴത്തെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ പൈൻ ഫോറസ്റ്റ് അങ്ങ് അറ്റം വരെ. പക്ഷേ ഇത്ര ഏരിയയിലേ ആൾക്കാർ പോകുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തൂടെ കയറുന്നുണ്ട്. ആ മുകളിലേക്ക് കൂടെ പോവാം. ഇതൊക്കെ ഫാമിലി എൻജോയ്മെൻറ്റിനുള്ള സ്ഥലങ്ങളാണ്. എന്നെപ്പോലെ സിംഗിളായിട്ട് വരുന്നവർക്ക് സിമ്പിളായിട്ട് പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് യാത്ര തുടരാം. ഈ കട കണ്ടോ? ഈ കടയുടെ പേര് മഞ്ഞുമ്മൽ ബോയ്സ്. ആ കട നമ്മുടെ സുഹൃത്തിൻ്റെയാണ്. അപ്പോൾ അവിടുന്ന് ചായയും ബിരിയാണിയും എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അടിപൊളി കടയാണ്. നമ്മൾ ചുമ്മാ പറയുന്നതല്ല. അമ്മച്ചി അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്, അവനും ചിരിക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. അവരെ നേരത്തെ മുൻപ് പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കടയുണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്നോട്. അപ്പോൾ വരുന്ന വഴിയിൽ അവനെ തപ്പി നടന്ന് കിട്ടിയതാണ്. അപ്പോഴത്തെ കടയിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. രാവിലെ ഞാൻ വന്ന് നന്നായിട്ടൊരു ഓംലേറ്റൊക്കെ കഴിച്ച്, അടിപൊളി ഓംലേറ്റ്, നമ്മുടെ നാടൻ ഓംലേറ്റ് പോലെ തന്നെ ചെയ്തു തരും. അപ്പോഴത്തെ ഇവിടെ മറ്റു കടകളൊക്കെ ഉണ്ട്. ആ കൂടെ നമ്മൾ അവൻ്റെ കടയൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, പോട്ടെ. ഓക്കെ 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 പോയിട്ട് ഫോളോവിങ് കൊടുത്തിருக்கு. ശരി, ഓക്കെ. അപ്പോഴത്തെ പുള്ളിനെ മറക്കണ്ട കേട്ടോ. പുള്ളി ഇവിടെ കാണും സ്ഥിരമായിട്ട്. നെക്സ്റ്റ് ആന്ധ്ര. അതെ, ഓക്കെ. ശരി, എന്നാൽ പോയിട്ട് വരാം. ശരി, ബൈ. പില്ലർ റോക്ക് കാണാൻ വളരെ കഷ്ടപ്പെട്ട് വന്നതാണ്. അപ്പോൾ കിടക്കുന്നു മഴയും മഞ്ഞും, ഫുൾ മഞ്ഞായിപ്പോയി. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് പില്ലർ റോക്ക് കാണുന്നില്ല, മഞ്ഞ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. നമ്മൾ നേരെ മേളിലോട്ട് പോവുകയാണ്. ഈ വഴിക്ക് നേരെ തിരിച്ച് കൊടൈക്കനാലിലോട്ട് തന്നെ പോവുകയാണ്. ഇനി സൂയിസൈഡ് പോയിൻറ്റും കാണാൻ പറ്റില്ല, ഫുള്ള് മഞ്ഞായിപ്പോയി. അപ്പോൾ ശരി, ഗുണാക്കേവ് കണ്ട് തൃപ്തി അടഞ്ഞ് നമ്മൾ താഴോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, മഴയും മഞ്ഞുമാണ്. ഇത് കണ്ടോ, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. പതിയെ തിരിച്ചു പോവുകയാണ്. ഇന്നും കാടിനുള്ളിൽ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് കിടക്കാം. അതിനുശേഷം നമുക്ക് നാളെ കാണാം. ഒരു മലയാളം, പക്ഷെ അവൻ ക്യാമറ എടുത്തപ്പോഴത്തേനും അവൻ സ്ഥലം വിട്ടു. അവനെന്തോ തിന്നാൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ അവിടെ ഇരിക്കുന്നത്. അവൻ ആ പഴമെല്ലാം പറിച്ച് തിന്നുകൊണ്ടിരിക്കുക. അനിൽ,
അനിൽ ഇപ്പോഴത്തെ നമ്മൾ ഗുണാക്കേവിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് അതിമനോഹരമായ ലേക്ക്. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ പോയാലും ലേക്ക് വ്യൂ കാണാൻ പറ്റും. പക്ഷേ ഇവിടുന്ന് കാണുന്നതിൻ്റെ ഒരു സുഖം അവിടെ കിട്ടിയല്ല. അതുപോലെ തന്നെ അങ്ങ് അകലെ കോടമഞ്ഞ് ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാം. കണ്ടോ, ആ മലയുടെ മുകളിലെല്ലാം കോടമഞ്ഞാണ്. നമ്മൾ അങ്ങോട്ടാണ് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ ലേക്ക് വ്യൂ ഇതാണ്. ധാരാളം ബിൽഡിങ്ങുകളുണ്ട്. ഈ സൈഡെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുവഴിയെല്ലാം വണ്ടി ഇറങ്ങിപ്പോകുന്നത് കാണാം. അതിങ്ങനെ മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികളാണ്. അത് ഇറങ്ങി താഴോട്ട് ചെന്ന് അങ്ങനെ ലേക്കിനെ ചുറ്റി ആ ലേക്കിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വണ്ടികൾ മുമ്പോട്ട് പോയി തിരിച്ചു പോകുന്ന ഒരു രീതിയാണ്. ഇവിടെ ഫസ്റ്റ് വണ്ടികൾ വരുമ്പോഴത്തേനും ഇങ്ങോട്ടാണ് കയറുന്നത്. അപ്പോൾ ലേക്കിന് ചുറ്റും വാക്ക് വേ ഒക്കെ ഉണ്ട്. അതിന് ചുറ്റും കടകളും കാര്യങ്ങളൊക്കെയാണ്. വളരെ മനോഹരമായ കാഴ്ച. അപ്പോഴത്തെ ഇത് കാടാണ്, ഇതും കാടാണ്. പക്ഷേ ഇതിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ എസ്റ്റേറ്റുകളും വലിയ ബംഗ്ലാവുകളൊക്കെ ഉണ്ട്. നമ്മളിനി പോകേണ്ടത് ആ സൈഡിലോട്ടാണ് കേട്ടോ. ആ മഞ്ഞ് കയറിപ്പോകുന്നുണ്ടോ, ആ സൈഡിലോട്ടാണ് ഇനി ചവിട്ടി ഇറങ്ങി ചെല്ലേണ്ടത്. അത് വേറെ വഴിയിലൂടെയാണ് ചെല്ലേണ്ടത്. അങ്ങനെ അങ്ങ് താഴെ എത്തുമ്പോഴാണ് ആ മലകളുടെ മുകളിൽ മഞ്ഞ് പാറി നടക്കുന്നത് കാണാം. വളരെ മനോഹരമായ കാഴ്ച. അപ്പോൾ ശരി, കൊടൈക്കനാലിലെ ലേക്ക് വ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോഴത്തെ ഞാൻ പോണ വഴിയാണിത്. മഞ്ഞിൽ കുളിച്ച് നിൽക്കുകയാണ്. താഴെ പള്ളിയൊക്കെ കാണാം, പക്ഷേ അത് മഞ്ഞ് മൂടി നിൽക്കുകയാണ് താഴത്തെ പള്ളിയൊക്കെ. അപ്പം മഞ്ഞിൽ കുളിച്ച കൊടൈക്കനാലാണ്. കോടൈക്കനാൽ, കോട എന്ന് പറഞ്ഞാൽ കോട തന്നെ. അതെ, കോടയും കനാലും ചേർന്ന പ്രദേശം, അത് തന്നെ കോടൈക്കനാൽ. കണ്ടോ, അടിപൊളി സീനല്ലേ. ഇതൊക്കെ ആസ്വദിക്കാൻ ഇങ്ങോട്ട് വരിക കേട്ടോ. വലിയ മഴ വരുന്നതിന് മുമ്പ് വന്നാൽ ഇതുപോലത്തെ നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ കൊടൈക്കനാലിലോട്ട് വരാം. സൂപ്പർ സീനുകളാണ്. എങ്ങോട്ട് നോക്കിയാലും വ്യൂ മാത്രം. ഊട്ടിയിലെ പോലെയല്ല. ഒരുപാട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ കോട കയറിക്കഴിഞ്ഞാൽ നമുക്കൊരു സൈറ്റ് വ്യൂയിങ്ങിനും പോയിട്ട് കാര്യമില്ല. എൻ്റെ പുറകിലൊക്കെ നോക്കി, ആഹാ, ഇപ്പം എന്നെ വന്ന് മൂടും. അതിനു മുമ്പ് ഞാൻ എസ്കേപ്പ് ആകട്ടെ. താഴെ ഗ്രാമങ്ങളൊക്കെയാണ്. അവിടെ ഊട്ടി വ്യൂ പോയിൻ്റാണ്. അങ്ങോട്ട് കയറിപ്പോയാൽ കൊടൈക്കനാൽ വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ അങ്ങോട്ട് പോകാൻ പറ്റും. ഇവിടെ വെച്ചാണ് അച്ഛൻ്റെയൊക്കെ വണ്ടി ഇടിഞ്ഞാന്നവിടെ ഇതായത് ബ്രേക്ക് ഡൗൺ ആയത്. അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ട് ഞാനിങ്ങനെ താഴോട്ട് പോവാണ്. അടിപൊളി കാഴ്ചകൾ. ഓക്കെ, നമ്മൾ കൊടൈക്കനാലിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഹൈഡായി കിടക്കുന്ന ഒരു വാട്ടർഫോൾസാണിത്. ഇത് കണ്ടോ, ഒരു അടിപൊളി വാട്ടർഫോൾസാണ്. പക്ഷേ ഇവിടെ എങ്ങും പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒരു മനുഷ്യന് പോലും ഈ വാട്ടർഫോൾസിലോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. ഇത് കാണാനും പറ്റില്ല. വണ്ടിയിൽ പോകുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് മാത്രം. അല്ലാതെ ഒരാൾക്കും കാണാൻ പറ്റാത്ത ഒരു വാട്ടർഫോൾസ് ഒരുത്തം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടർഫോൾസ് നമ്മൾ അടിപൊളിയായിട്ട് മേളിൽ നിന്ന് കാണുകയാണ്. വലിയ വെള്ളമൊന്നുമില്ല. മേളിൽ മഴ പെയ്യുന്ന ആ വെള്ളം മാത്രമേ ഉള്ളൂ. ചെളി വെള്ളമാണ് കേട്ടോ. ഈ വെള്ളം ഒഴുകി വരുന്നത് മറ്റെങ്ങൊന്നുമല്ല, മേളത്തെ ലേക്കിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളമാണ്. അവിടെ ഓവർഫ്ലോ ആവുന്ന വെള്ളമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരുത്തൻ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. മേളിൽ ആരാണ്ടുണ്ടെന്നാണ് അവൻ പറയുന്നത്. മേളിൽ ആരുമില്ല. ഓക്കെ, ഞാൻ വടിയെടുക്കും. നീ പൊക്കോ. അപ്പോൾ വാട്ടർഫോൾസൊക്കെ കണ്ട് ഞാൻ പതിയെ പോവുകയാണ്. ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഒരുത്തൻ വന്നിരിപ്പുണ്ട്. അവൻ പട്ടീനെ കണ്ടിട്ട്